കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പം പുതിയൊരു സംവിധാനം വന്നിട്ടുണ്ട്. നമ്മള് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി ഓട്ടോകളൊന്നും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ കപ്പിളായിട്ട് വരികയാണെങ്കിലും അഥവാ ഒറ്റയ്ക്ക് വരികയാണെങ്കിലും നമുക്ക് കോഴിക്കോട് ആസ്വദിക്കാനുള്ള ഒരു പ്രത്യേക ഒരു സംവിധാനം നിലവിൽ ഇപ്പോൾ കോഴിക്കോട് വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാൻ നമുക്ക് കാണിച്ചു തരാം. ഇതാണ് സംഭവം കേട്ടോ. റെന്റ് എ ബൈക്ക്, വാടകയ്ക്ക് ബൈക്ക്. ഇപ്പോ നമ്മള് ഇങ്ങനത്തെ ഒരു സംവിധാനം നമ്മൾ എറണാകുളത്ത് കണ്ടിട്ടുണ്ട്. അതുപോലെ ഗോവയിലൊക്കെ ഗോവയിൽ പോയ ആൾക്കാർക്ക് കണ്ടിട്ടുണ്ടാവും. ഗോവയിൽ 200 റുപ്യക്കും 500 റുപ്യക്കൊക്കെ വാടക കൊടുക്കുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് ഇതേപോലത്തെ സംവിധാനം. ഇപ്പം നമ്മുടെ കോഴിക്കോട് ഇതുപോലത്തെ ഒരു സംവിധാനം വന്നിരിക്കുകയാണ്. നമുക്ക് ഇവിടെ കോഴിക്കോട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഓട്ടോറിക്ഷ ഒന്നും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. കപ്പിളായിട്ട് വന്നു കഴിഞ്ഞാലും അഥവാ ഒറ്റയ്ക്ക് വരികയാണെങ്കിലും അഥവാ ഫ്രണ്ട്സുമാരായിട്ടൊക്കെ വരികയാണെങ്കിലും നമുക്ക് കോഴിക്കോട് കറങ്ങാനും എൻജോയ് ചെയ്യാനും പിന്നെ ബീച്ചൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കാനും നമുക്ക് ഈ റെന്റ് ബൈക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. നമുക്ക് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ എത്രയാണെന്ന് നമുക്കൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കും. നമുക്ക് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ഇവിടെയുള്ള സ്റ്റാഫിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് ബ്രോ, സുഖമല്ല? സുഖം തന്നെ. ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചു, എല്ലാം കഴിച്ചില്ല. ബ്രോ, ഇത് എങ്ങനെയാ ബ്രോ, ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഇതിപ്പോ നിലവിൽ 12 മണിക്കൂർ 24 മണിക്കൂറാണ് സർവീസ് നടത്തുന്നത്. എങ്ങനെ 12 മണിക്കൂർ 24 മണിക്കൂറും? 12 മണിക്കൂർ 24 മണിക്കൂറാണ് റെന്റിന് കൊടുക്കുന്നത് അല്ലെ? അതെ. അപ്പൊ രാവിലെ നമ്മൾ ഒരു 9 മണിക്കൊക്കെ ബൈക്ക് വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ രാത്രി 9 മണിയാവും. രാത്രി 9 മണി വരെ എത്ര പൈസ വരിക? 12 മണിക്കൂറാണ് 500 രൂപ. 500 രൂപ. 24 ആണെങ്കിൽ 750 രൂപ. ബ്രോ പറയുന്നത് ചോദിച്ചാൽ 12 മണിക്കൂറിന് 500 രൂപയാണ് പറയുന്നത്. 24 മണിക്കൂറിന് വരുന്നത് 750 രൂപയാണ് വാടക വരുന്നത്. അപ്പോ 1 മണിക്കൂർ 2 മണിക്കൂറിനൊക്കെ വാടക കൊടുക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ട്. വണ്ടികൾ വരാനുണ്ട്. കുറച്ച് വണ്ടികൾ എത്തിയിട്ടുള്ളൂ, ബാക്കി വണ്ടികൾ കൂടി വരാനുണ്ട്. അപ്പൊ നിലവിൽ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഇപ്പൊ അത് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ആവും. ഇപ്പൊ നിലവിൽ ഇപ്പൊ 12 മണിക്കൂറിന് 24 മണിക്കൂറിന്റെ റെന്റ് ആണ് ഉള്ളത് അല്ലേ ഇപ്പൊ നിലവിൽ? എങ്ങനെയാ ആൾക്കാരുടെ റെസ്പോൺസ് എങ്ങനെയാ? നല്ല റെസ്പോൺസ് ആണ്. രാവിലെ മുതലേ എൻക്വയറി ഉണ്ട്. വണ്ടികൾ കുറവായതുകൊണ്ട് നമ്മളെ ഒരു പരിമിതി ഉണ്ട്. ഏറ്റവും കൂടുതൽ കപ്പിൾസ് ആണോ വരുന്നത്, അതോ ഒറ്റക്കുള്ള ആൾക്കാരാണോ, അതോ ഫ്രണ്ട്സുമാരായിട്ടാണ് വരുന്ന ആൾക്കാർ? മൂന്നും വരുന്നുണ്ട്. മൂന്ന് ടൈപ്പ് ആൾക്കാരും വരുന്നുണ്ട്. ആൾക്കാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ടാവും അല്ലെ ഇതേപോലത്തെ സംവിധാനം? നമുക്ക് ഞങ്ങളൊക്കെ കോഴിക്കോട് വരുമ്പോ നമ്മള് ഓട്ടോനാണ് ആശ്രയിക്കാറ്. മിഠായി തെരുവിലേക്ക് പോകാനും പിന്നെ KSRTC ബസ് സ്റ്റാൻഡിലേക്കായാലും പുതിയ സ്റ്റാൻഡിലേക്ക് പോകാനും മാളിലേക്ക് പോകാനും ഞങ്ങൾ ഓട്ടോനാണ് ആശ്രയിക്കുന്നത്. ചിലപ്പോഴൊക്കെ നടന്നു പോകും. ബീച്ചിലൊക്കെ പോകുന്നത് നമ്മൾ നടക്കലാണ്. പക്ഷെ ഇപ്പൊ ഈ റെന്റ് ബൈക്ക് വന്നതുകൊണ്ട് നമുക്കിപ്പോ ഇത് ആശ്രയിക്കാലോ. ഇത് ബ്രോ മേടിച്ചു കഴിഞ്ഞാല് 1 മണിക്കൂറിന് 50 രൂപ. 1 മണിക്കൂർ 50 രൂപ അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? അങ്ങനെയാണ് നിലവിലുള്ള പ്ലാന്. 3 പ്ലാനാണുള്ളത്. 1 മണിക്കൂറിന് 50 രൂപ, 12 മണിക്കൂറിന് 500, 24 മണിക്കൂറിന് 750. അങ്ങനെയാണ് പ്ലാൻ ഉള്ളത്. അങ്ങനെ അപ്പൊ അതില് നിലവിലിപ്പോ കുറച്ച് വണ്ടികളെ വന്നിട്ടുള്ളൂ. ആ വണ്ടികൾ വെച്ചിട്ട് 2 ഇതാണ് ഓടുന്നത്. അങ്ങനെ. അപ്പൊ എന്തായാലും നമുക്ക് കോഴിക്കോട് ആസ്വദിക്കാൻ ഇപ്പൊ പുതിയൊരു സംവിധാനം വന്നിട്ട് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ബ്രോ പറഞ്ഞത് കംപ്ലീറ്റ് കേട്ടില്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സ്ഥിതിഗതികൾ. നമുക്കിപ്പോ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോനെ ആശ്രയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കപ്പിളായിട്ട് വന്നു കഴിഞ്ഞാൽ ഓട്ടോ പൈസ കൊടുത്തിട്ട് വെറുതെ നമുക്ക് എന്തിനായത്? അങ്ങനെ ചെറിയ പൈസക്ക് നമുക്ക് ഇത് ഇലക്ട്രിക്കൽ വെഹിക്കിളാണ് കേട്ടോ, പെട്രോളിന്റെ ആവശ്യമില്ല. അപ്പൊ ഇങ്ങനത്തെ ബൈക്കൊക്കെ എടുത്തിട്ട് നമുക്ക് കോഴിക്കോട് നല്ല രീതിയിൽ ആസ്വദിക്കാം. എല്ലാവരും വരിക, പ്രയോജനപ്പെടുത്തുക, കോഴിക്കോട് ആസ്വദിക്കുക. അപ്പൊ നമുക്ക് ഇത് പ്രയോജനപ്പെടുത്താം, നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താം. നമ്മൾ കോഴിക്കോട് ബീച്ചിലൊക്കെ നമുക്ക് ഒരുപാട് തവണ നമ്മൾ വരുന്നതാണ്. ബിരിയാണിയൊക്കെ തന്നെ കുറ്റിച്ചിറ ബിരിയാണി തിന്നാനും പിന്നെ സൂഫി മന്തി കഴിക്കാനും അപ്പൊ നമ്മൾ കോഴിക്കോട് ഒരുപാട് തവണ വരുന്നതല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരെ അവിടെ പോവാ, ബൈക്ക് എടുക്കുക, നേരെ കുറ്റിച്ചിറ പോവാ, ബിരിയാണി കഴിക്കുക, അല്ലെങ്കിൽ സൂഫി മന്തി പോവാ, മന്തി കഴിക്കുക. ഞങ്ങൾ ഒരുപാട് ആസ്വദിക്കാൻ പറ്റും. മിഠായി തെരുവ് പോവാ, മാനാഞ്ചിറ പോവാ. നമ്മുടെ കോഴിക്കോട് വലിയ സിറ്റിയാണ്. അപ്പൊ ആ വലിയ സിറ്റി നമുക്ക് ഈ ബൈക്ക് എടുത്ത് ഇതിനെ കറങ്ങി ആസ്വദിച്ച് എൻജോയ് ചെയ്യാൻ നമുക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു അവസരമാണ്. എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തുക. ആരും ഇത് പ്രയോജനപ്പെടുത്താതിരിക്കരുത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ റെന്റ് ബൈക്ക് വന്നത് കാരണം ബുദ്ധിമുട്ടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം എന്താ സംഭവം എന്ന്. ഞങ്ങളിപ്പോ നടന്നു പോകുമ്പോ പറഞ്ഞതാണ്. അപ്പൊ അത് എന്താ സംഭവം എന്ന് മൂപ്പരോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഇത് കാരണം എന്ന് പറഞ്ഞാല് ഇത് സാധാരണക്കാരനാണ് ബുദ്ധിമുട്ട്. അതായത് ഉപജീവനം നടത്തുന്ന ആൾക്കാരുണ്ട്. അതായത് ഓട്ടോറിക്ഷയില് ആ ഓട്ടോറിക്ഷന്റെ 50 റുപ്യന്റെ കാര്യത്തിന് പോകേണ്ടിയവന് ആ വണ്ടി എടുത്തിട്ട് പോകും. അവർക്ക് വണ്ടി എടുത്ത് പോയി വരും.
അതന്നെ പക്ഷെ 50 റുപ്യക്ക് അവർ പോകുമ്പോ അവർക്ക് ഒരു മണി 50 റുപ്യക്കുന്ന ഒരു മണി വാങ്ങാൻ പോകുമ്പോ എനിക്ക് അതിന്റെ പൈസ റൈറ്റ് അറിയാം. അന്നപ്പോ അവര് പറയാ 200 300 എന്നൊക്കെ പറയാ. അപ്പൊ അവര് പത്രത്തിൽ കൊടുത്തത് 50 റുപ്യാണ് പറഞ്ഞത്. അപ്പൊ നമ്മള് ടെലിവിഷൻ ഇതിൽ കണ്ടത് 50 റുപ്യ, മണിക്കൂറിന് 50 റുപ്യ. അത് ഒരു ദിവസത്തേക്ക് 750 എന്നൊക്കെ പറയുന്നത് അവര്. അതെന്താന്ന് അറിയില്ല. കുറച്ച് കഴിയുമ്പോ അതിന് കൂട്ടു. ഇപ്പൊ ആൾ കിട്ടും, കുറച്ച് ആൾ കിട്ടുന്നതിനനുസരിച്ചിട്ട് പിന്നെ കൂടുതൽ പൈസ വാങ്ങുന്നവര്. അത് തന്നെ അതിന്റെ അതിൽ പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാർക്കാണ്. ഇപ്പം തന്നെ ഓൺലൈനിൽ ടാക്സി വന്നത് തന്നെ ഇവിടുത്തെ ടാക്സിക്കാർ വെള്ളത്തിലാണ്. ഓലൊക്കെ വളരെ അപകടത്തിലേക്കാണ് വരുന്നത്. കാരണം അവർക്ക് ഉപജീവനം നടത്താനുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ അപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ഇവിടെ വന്നിട്ട് കാത്തുത്തിരിക്കുക. അപ്പൊ ഒരു വണ്ടിയിൽ വന്നിട്ട് ആളെ കിട്ടണ്ടേ, 10 റുപ്യ കിട്ടാൻ വയ്യില്ല. അതാണ് അതിന്റെ ഏറ്റവും ഉദാഹരണം. ഇപ്പൊ മൂപ്പർ പറഞ്ഞിട്ടില്ലേ, മൂപ്പർക്ക് ഇപ്പൊ ഈ 2 ബൈക്ക് വന്നത് കാരണം ബുദ്ധിമുട്ടാകുന്ന കുറച്ച് ഓട്ടോക്കാർ ബുദ്ധിമുട്ടാകുന്നുണ്ട്. അതുപോലെ ജനങ്ങളും എല്ലാം ജനങ്ങളുടെ ഓപ്ഷനാണ്. നമുക്കിനി വേറൊരാളോട് കൂടി ചോദിച്ചു നോക്കാം എന്താ സംഭവം. സംഭവം 2 ബൈക്ക് വന്നത് കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ ഓട്ടോക്കാർ? ബുദ്ധിമുട്ട് എന്നാലും ഒരാളിപ്പോ വണ്ടി വിളിച്ചിട്ട് എങ്ങോട്ടോ പോകാനുണ്ടെങ്കിൽ അവരവരെ ആവശ്യങ്ങളൊക്കെ മുഴുവൻ കഴിക്കാൻ ബൈക്ക് എടുത്തിട്ട് അവര് വാടക എടുത്ത് പോകുമ്പോ ഓട്ടോക്കാർക്ക് ട്രിപ്പ് ഉണ്ടാവില്ലല്ലോ, ഉറപ്പല്ലേ. അപ്പൊ അവർക്ക് അതേ സ്ഥാനത്ത് പിന്നെ അവര് കാറൊക്കെ എടുത്ത് വരുന്ന ആൾക്കാരാണെങ്കിൽ അവർ കാറൊക്കെ സൈഡാക്കിയിട്ട് നമ്മൾ ഓട്ടോ വിളിച്ചിട്ടാണ് ടൗണിൽ കൂടെ ഒക്കെ ഇറങ്ങുന്നത്. അപ്പൊ അവർക്ക് ബൈക്ക് സ്വന്തമായിട്ട് കിട്ടുമ്പോൾ ഒരു വാടക കൊണ്ട് അവർ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് തിരിച്ചു വരാനുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുണാണെങ്കിലും പക്ഷെ ഓട്ടോക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രയോജനമില്ല. കാരണം നമുക്ക് കിട്ടേണ്ട പിന്നെ കസ്റ്റമറാണ് ബൈക്ക് എടുത്ത് പോകേണ്ട അവസ്ഥ വരുന്നത്. നമുക്കത് നഷ്ടപ്പെടുകയാണ്. ഒരു യാഥാർത്ഥ്യമാണത്. പക്ഷെ കോഴിക്കോട് ആസ്വദിക്കാൻ വരുന്ന ആൾക്കാർക്ക് ഒരു ദിവസത്തേക്കൊക്കെ ബൈക്ക് എടുക്കുന്നത് അവർക്ക് ഒരു ലാഭമല്ലേ? കുറെ ഫുൾ ടൈം ഒക്കെ ഇവിടെ നിന്ന് കറങ്ങുന്ന ആൾക്കാർക്ക് ഗുണാണ്. അതിപ്പോ ഓട്ടോ വിളിച്ച് കണ്ട് ഫുൾ ടൈം ആർക്കും വാടക വിളിച്ചിട്ട് പോകാൻ കഴിയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അല്ല, നിങ്ങൾ പറഞ്ഞു വരുന്നത് ഇപ്പൊ 1 മണിക്കൂറത്തൊക്കെ വാടക കൊടുക്കുമ്പോ അങ്ങനെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുവാന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതെ അതെ. കൊറോണ സമയത്ത് വാടക എടുക്കുന്ന ആൾക്കാർക്ക് നമ്മളെ വണ്ടി വിളിച്ച് പോകേണ്ട ആൾക്കാര് ബൈക്ക് എടുക്കുമ്പോ നമുക്കത് ആ ട്രിപ്പ് കിട്ടാതെ പോവാണ്. അത് സാറിന്റെ ഒരു ദിവസം മുഴുവനും അവർക്ക് ആസ്വദിച്ച് കപ്പിൾസ് ഒക്കെ ചിലപ്പോ ഒരു ദിവസം മുഴുവനോ മൊത്തം പല സ്ഥലങ്ങളിൽ കറങ്ങാനാണെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർക്ക് കൂടാണ്. അത്രേ ഉള്ളൂ. ഇവരുടെ പ്രത്യേക ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം 2 ബൈക്ക് 1 മണിക്കൂറത്തേക്ക് എടുക്കുന്ന ആൾക്കാരുണ്ടാവും. 50 റുപ്യക്കൊക്കെ 1 മണിക്കൂർ എടുക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്കാണ് അവരെ ഒരു ബുദ്ധിമുട്ടാണ് ഇവർ പറയുന്നത്. അല്ലാതെ കപ്പിൾസ് വരുന്നതിന് 12 മണിക്കൂറും 24 മണിക്കൂറൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ ഇവർക്കൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനത്തെ ആൾക്കാർ ഇവർക്കും അത് ഒരു സുഖമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ 1 മണിക്കൂറത്തേക്ക് എടുക്കുമ്പോഴാണ് ഇവരുടെ ഓട്ടോ ഒക്കെ കുറഞ്ഞു പോവുക. അല്ലേ ചേട്ടാ? അതെ അതെ. 1 മണിക്കൂർ 2 മണിക്കൂർ അങ്ങനെയൊക്കെയുള്ള ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കറങ്ങി തിരിയാനാണ് നമ്മൾ ഓട്ടോയിലാവുമ്പോൾ നമുക്ക് കിട്ടും. അവർക്കും സുഖമാണ്. സ്ഥലങ്ങൾ അറിയാത്ത ബൈക്ക് എടുക്കുന്ന ആൾക്കാർക്ക് എല്ലാ സ്ഥലങ്ങളും അറിയില്ലല്ലോ. അപ്പൊ സ്ഥലങ്ങൾ നമുക്ക് ഓട്ടോക്കാർക്ക് അറിയാവുന്നത് കൊണ്ട് അവര് ബൈക്ക് എടുത്ത് പോകുന്നതിന് പകരം നമ്മൾ വിളിച്ചാൽ അവർക്ക് സ്ഥലങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയിട്ട് ഒന്നും പറയാതെ സ്ഥലം മാത്രം പറഞ്ഞാൽ വണ്ടിയിൽ ഇരുന്നാൽ നമുക്ക് അവിടെ എത്തിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ ഈ പറഞ്ഞ പോലെ 24 മണിക്കൂറൊക്കെ ആവശ്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് ഓട്ടോ വിളിച്ചാൽ 24 മണിക്കൂറൊക്കെ എന്ന് പറയുമ്പോൾ നല്ല സുഖമായിട്ട് യാത്ര പോയിക്കൂടെ. ഓക്കെ, ബൈ.